നമുക്കറിയത്തില്ല. ഇപ്പം ഈ നരേന്ദ്രമോദി സർക്കാരിനെ മാറ്റണം എന്ന് ജനങ്ങൾ തീരുമാനിച്ചാൽ അത് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നു. അത് നമുക്കിപ്പോഴും അറിയില്ല അങ്ങനെ ഒരു തീരുമാനം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടോ എന്ന്. അങ്ങനെ ഒരു തീരുമാനിച്ചാൽ ആ തീരുമാനം റിഫ്ലക്റ്റ് ചെയ്യാൻ പാകത്തിൽ ഒരു പ്രതിപക്ഷ മുന്നണി ഈ സംസ്ഥാനങ്ങളിലൊക്കെ അവൈലബിളാണ്. അപ്പം ഞാൻ പലപ്പോഴും ആലോചിക്കാറുള്ളത്, ഇപ്പം പാകിസ്ഥാനിൽ തിരഞ്ഞെടുപ്പ് നടന്നു. പാകിസ്ഥാനിൽ തിരഞ്ഞെടുപ്പ് നടന്നപ്പം ഇമ്രാൻഖാൻ്റെ പാർട്ടി ഇല്ല, ആ പാർട്ടി ബാൻ ചെയ്തു. പാർട്ടിയുടെ ഒരു ചിഹ്നമില്ല, ആളുകൾ സ്വതന്ത്രരായിട്ട് മത്സരിച്ചു. അതിപ്പോൾ 200 ചില്ലറ സീറ്റുകളിലേക്ക് 100 സീറ്റോടുകൂടി ഇമ്രാൻഖാൻ്റെ പാർട്ടിയെ മനുഷ്യർ തിരഞ്ഞെടുത്തു. അപ്പം നിങ്ങൾ നമ്മളും പാകിസ്ഥാനികളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജനാധിപത്യം പരീക്ഷിക്കാൻ അധികം സമയം കിട്ടിയില്ല എന്നുള്ളത്. എസെൻഷ്യലി ആർ ബ്ലഡ് റൺസ് ദ സെയിം വേ. അങ്ങനൊരു ചോയ്സ് അവർ ഇന്ത്യയിലെ ജനങ്ങൾ എടുക്കാൻ തീരുമാനിച്ചാൽ ദേ ഹാവ് ആൻ ഓൾട്ടർനേറ്റീവ്. അവർക്ക് ഓൾട്ടർനേറ്റീവ് ഇല്ല എന്നുള്ളൊരു എക്സ്ക്യൂസ് അല്ല. ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ ഒരു ഓൾട്ടർനേറ്റീവ് ഇപ്പോഴത്തെ അവസ്ഥയിലുണ്ട്.